ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുപ്രീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയുമ്പോൾ നമ്മുടെ വാഹനത്തിന് ബാറ്ററി മാറിയ സമയത്ത് ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ട് കുറെ നാള് അങ്ങനെ ഇരുന്ന് ഒരു പണി കിട്ടിയിട്ടുണ്ട്. അത് എന്താണെന്നാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ കുറെ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് ഇപ്പോൾ പുറത്തു പോയിട്ട് അങ്ങനെ വീഡിയോ ചെയ്യാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായിട്ട് പോകുന്നത് കൊണ്ട് ടൈം കിട്ടാത്തത് കൊണ്ടും അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടുമാണ് നമ്മൾ പുതിയ വണ്ടിയുടെ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. അപ്പം ജസ്റ്റ് ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മുടെ വണ്ടിക്ക് പറ്റിയ ഒരു ചെറിയ ഒരു പണിയാണ്. അപ്പം നമ്മളത് ചെറുതായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള ചെറിയ പണികൾ കിട്ടുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ബാറ്ററി മാറിയായിരുന്നു, അതായത് എൻ്റെ ബാറ്ററി ചീത്തതിന് ശേഷം മാറിയപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മൾ പുറത്തൊരു ലോക്കൽ കടയിലാണ് കൊണ്ടുപോയി മാറിയത്. ആ സമയത്ത് കടക്കാർ ഫിറ്റ് ചെയ്തിരുന്ന കുറച്ചുകൂടെ പുറകോട്ട് മാറിയാണ്, അതായത് ഈ ഒരു ഗ്യാപ്പില്ലേ ഇച്ചിരി പുറകോട്ട് മാറിയായിരുന്നു. അപ്പം അത് കറക്റ്റായിട്ട് ബാറ്ററി അതിൻ്റെ ലോക്കിൽ ഇരിക്കാതിരുന്നത് കൊണ്ട് ഈ ഒരു കവറ് വണ്ടി ഓടുന്ന സമയത്ത് ഷെയ്ക്ക് ആവുമായിരുന്നു. അങ്ങനെ ഷെയ്ക്ക് ആകുന്ന സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിവശത്തായിട്ട് അതിൻ്റെ ഒരു മൗണ്ട് ഉണ്ട്. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇത്രയും നല്ല വെയിറ്റ് ഉള്ള ഒരു ബാറ്ററി ഇങ്ങനെ ഇരുന്ന് നമ്മൾ കുലുങ്ങുക, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹമ്പുകൾ ചാടുക, കുഴിയിലൊക്കെ വീഴുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമായിരുന്നു. ആ ഒരു സമയത്ത് എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു മൗണ്ട്, അതായത് നമ്മളൊരു ബോൾട്ട് ഇട്ട് മൗണ്ട് ചെയ്യുന്ന ആ ഒരു ഫിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ബോളിടുന്നൊരു ഭാഗം പൊട്ടിപ്പോയി. അപ്പം നമ്മളത് ശ്രദ്ധിച്ചിരുന്നില്ല. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ എന്താ പറയുക, ഈ ബാറ്ററിയിൽ ഇത് വണ്ടി കുറച്ച് നാൾ പുറത്ത് കിടന്നുകൊണ്ട് മഴവെള്ളം വീണപ്പം അത് എടുത്ത് കളയാനായിട്ട് ബാറ്ററി അടിച്ച് നോക്കിയ സമയത്താണ് അത് ഒടിഞ്ഞതായിട്ട് കണ്ടത്. എന്ത് ചെയ്ത് അവിടെ ആ പൊട്ടിയ സ്ഥലത്ത് എന്ത് ചെയ്യണം, നമുക്കിത് മാറാനായിട്ട് ഏകദേശം 10,000 1500 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. മാറാതെ തന്നെ നമ്മളൊരു പണി ചെയ്തു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു ഇരുമ്പിൻ്റെ കഷ്ണത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്ത് അതിൻ്റെ തുൾഭാഗത്ത് വെച്ച് നമ്മൾ എന്താ പറയുക ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് ശേഷം വീണ്ടും ബാറ്ററി കറക്റ്റ് പൊസിഷനിൽ വെച്ച് ഫിറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ കിട്ടാം. ഇതിപ്പോൾ മാറാൻ ചെന്ന് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇതുകൊണ്ട് ഇത് ഫോർഡ് ആയതുകൊണ്ട് ഇത് വണ്ടി നിർത്തിപ്പോയിട്ട് ഒരു പാർട്സ് കിട്ടാനായിട്ട് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിപ്പം ഓർഡർ ചെയ്താലും അവിടെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ താമസിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനലി നമ്മുടെ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയുടെ ഒരു ത്രോട്ടിൽ കാലിബ്രേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മീറ്ററിൽ എല്ലാം 0 തന്നെ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു പ്രാവശ്യം ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു മുൻവശത്ത് നിന്നൊരു ടിക്ക് ടിക്ക് സൗണ്ട് കേൾക്കുന്നത് കാണാം. പിന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക്കലി അത് കാലിബ്രേഷൻ സെറ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൂടാതെ ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം.